ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെക്ക് ചെയ്തെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുമ്പോൾ ചിലർക്ക് അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ട് എങ്കിൽ, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റീവാല്യൂഷന് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം, പിന്നെ ഫോട്ടോ കോപ്പിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 3 ഓപ്ഷൻസ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട് കേട്ടോ. റീവാല്യൂഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ പേപ്പർ വേറൊരാൾ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ വീണ്ടും അത് ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ കറക്റ്റ് പകർപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് 3 വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 15-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചുള്ള റീവാല്യൂഷനൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഏതിന് കൊടുക്കുന്നവരാണെങ്കിലും ഈ മാസം 15-ാം തീയതിക്കകം വേഗത്തിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സുമായിട്ടോ ഒക്കെ സ്കൂളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാക്കി ഫീസും ഇതെന്താ പിന്നെ ചെയ്യേണ്ട പ്രോസസ്സും എന്നുള്ള കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾ വേഗത്തിൽ തന്നെ 15-ാം തീയതിക്കുള്ളിൽ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്തിടാനായിട്ട് നോക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ +2 റിസൾട്ട് വരുന്ന ടൈമിൽ അതിലും ചേഞ്ച് ആയ മാർക്കായിരിക്കും, മീൻസ് ഇമ്പ്രൂവ് ആയിട്ടുള്ള മാർക്കായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അല്ല ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മുന്നേ കിട്ടിയിട്ടില്ല മാർക്ക്, അത് തന്നെ ആയിരിക്കും സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ വേറെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ പ്രതീക്ഷിച്ച പോലെ മാർക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. കാരണം ഇതല്ല നമ്മുടെ മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി വരുന്ന +2 റിസൾട്ടാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ.